ഹായ്, ആശീർവാദ് സിനിമാസ് ജിത്തു ജോസഫ് മോഹൻലാൽ ടീമിന്റെ ദൃശ്യം 3 എല്ലാവരും വലിയ പ്രതീക്ഷയോടെയാണ് ഈ സിനിമയെ കാത്തിരിക്കുന്നത്. അതായത് മലയാളികൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ഓരോ വ്യക്തികളും ഈ സിനിമയ്ക്ക് വലിയ പ്രതീക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. സിനിമയുടെ അവസാനഘട്ട ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ ആദ്യവാരത്തോടുകൂടി ഇതിന്റെ ഷൂട്ടിംഗ് അവസാനിക്കും. അതായത് സിനിമയുടെ മൊത്തം ഷൂട്ടിങ്ങും ഡിസംബർ ആദ്യവാരത്തോടുകൂടി അവസാനിക്കും. ഈ സിനിമയുടെ റിലീസിംഗ് പ്ലാൻ ചെയ്യുന്നത് അടുത്ത വർഷം ആദ്യമാണ്. അതായത് 2 ഡേറ്റ് ആണ് ഇവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്ന് ജനുവരി 26, 2026 ജനുവരി 26-നാണ് ഒരു ഡേറ്റ്. അതല്ലെങ്കിൽ പിന്നെ മാർച്ച് അവസാന വാരം, അതായത് എക്സാം എല്ലാം കഴിഞ്ഞ് കുട്ടികളുടെ വെക്കേഷൻ സമയം, എമ്പുരാനെല്ലാം ഇറങ്ങിയ അതേ സമയം. തീർച്ചയായും ഈ 2 ഡേറ്റും ഗംഭീരമായിട്ടുള്ള റിലീസിംഗ് ഡേറ്റ് ആണ്. ആശീർവാദ് സിനിമാസിനെ നമ്മൾക്ക് അറിയാം, അവർ കൃത്യമായി പ്ലാൻ ചെയ്യും ഏത് ദിവസം എങ്ങനെ എന്നുള്ളതെല്ലാം. അവർക്കറിയാം ഏത് സമയത്താണ് പ്രേക്ഷകർ അധികം തിയേറ്ററിലേക്ക് ഒഴുകിയെത്തുക എന്ന്. ഇപ്പോൾ ദൃശ്യം 3 എന്ന സിനിമ വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. നമ്മൾക്കറിയാം മോഹൻലാലിന്റെ ഒരു സിനിമ മികച്ച റെസ്പോൺസ് നേടിക്കഴിഞ്ഞാൽ തിയേറ്ററിൽ ഉണ്ടാക്കുന്ന ഓളം നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന തുടരും എന്ന സിനിമയുടെ കളക്ഷൻ. അത് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്തൊരു സിനിമയായിരുന്നു. എന്നിട്ട് പോലും സിനിമ മികച്ച റിപ്പോർട്ട് കിട്ടിയപ്പോൾ 234 കോടിയോളം കളക്ഷൻ നേടിയെടുത്തു. അതായത് വലിയ പ്രതീക്ഷയില്ലാത്ത സാധാരണ മലയാളം സിനിമയാണ്. എമ്പുരാൻ എന്ന സിനിമയ്ക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷ കാക്കാൻ സിനിമയ്ക്കായില്ല. മിക്സഡ് റെസ്പോൺസ് ആണ് സിനിമയ്ക്ക് വന്നത്. ആ ഗംഭീര പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് സിനിമയ്ക്ക് ആദ്യ ദിവസം ഏകദേശം 70 കോടിക്കടുത്ത് ലോകമെമ്പാടും നിന്നും കളക്ഷൻ നേടാൻ സാധിച്ചത്. അതായത് ഒരു ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്ത കളക്ഷൻ 70 കോടിക്കടുത്താണ്. മലയാളത്തിലെ ഒരു വമ്പൻ ഹിറ്റ് ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷനാണ് ഈ പറയുന്ന 70 കോടി. അത് ഒരു ദിവസം കൊണ്ട് നേടിയെടുത്ത നടനാണ് മോഹൻലാൽ. എമ്പുരാൻ എന്ന സിനിമ 2-ാം ദിവസവും 40 കോടിയോളം കളക്ഷൻ നേടിയെടുത്തു. 3-ാം ദിവസവും അതേ കളക്ഷൻ നേടിയെടുത്തു. അതായത് മിക്സഡ് റെസ്പോൺസ് വന്ന ആ സിനിമയ്ക്ക് അത്രയും കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് ഒത്തു സിനിമ ഉയർന്നില്ലെങ്കിലും മിക്സഡ് റെസ്പോൺസ് സിനിമയ്ക്ക് വന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ദൃശ്യം 3 എന്ന സിനിമ എമ്പുരാനേക്കാളും വലിയ പ്രതീക്ഷയിലാണ് സിനിമ വരുന്നത്. പക്ഷെ ഇതൊരു വലിയ ബഡ്ജറ്റിലുള്ള സിനിമയല്ല, സാധാരണ കൊച്ചു ചിത്രം. കഥ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദൃശ്യം 1, 2 ഈ 2 സിനിമകളും മികച്ചതായിരുന്നു. ദൃശ്യം 1 മലയാള സിനിമയ്ക്ക് ആദ്യമായി 50 കോടി ഇത് നേട്ടം സ്വന്തമാക്കി കൊടുത്ത സിനിമയാണ്. 2-ാം ഭാഗം OTT-യിലാണ് വന്നത്. OTT-യിൽ വമ്പൻ വിജയമാണ് സിനിമ നേടിയത്. അത് തിയേറ്ററിലായിരുന്നു എങ്കിൽ 200 കോടിക്ക് മുകളിൽ സിനിമ കളക്ഷനായി നേടിയെടുത്തേനെ. ഇപ്പോൾ ദൃശ്യം 3 വരുന്നു. ഈ സിനിമ കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്, തെലുങ്ക്, കർണാടക, അതുപോലെ നോർത്ത് ഇന്ത്യ എല്ലാ സ്ഥലങ്ങളിലും വലിയ പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത്. സിനിമ ഇറങ്ങുന്ന ദിവസം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും മികച്ച കളക്ഷൻ നേടിയെടുക്കും എന്നതിൽ തർക്കമില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഗംഭീര കളക്ഷൻ ഈ സിനിമയ്ക്ക് വന്നു ചേരും. സിനിമ മികച്ച സിനിമയാണെങ്കിൽ, അതായത് മുൻപത്തെ ദൃശ്യം പോലെ കൊള്ളാവുന്ന ഒരു സിനിമയാണെങ്കിൽ സിനിമ വേറെ ലെവൽ കളക്ഷൻ നേടിയെടുക്കും എന്നതിൽ തർക്കമില്ല. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടാക്കുന്ന സിനിമ, ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന സിനിമ എന്നുള്ള എല്ലാ റെക്കോർഡുകളും ഈ സിനിമയ്ക്ക് വന്നു ചേരും. അതായത് സിനിമ മികച്ചതാണെങ്കിൽ. സിനിമ മോശമായാലും സാമ്പത്തികമായി നഷ്ടം വരില്ല. അവിടെയും ലാഭം ഉറപ്പായും ഈ സിനിമയ്ക്ക് ലഭിക്കും. കാരണം സിനിമയ്ക്ക് വലിയ ബഡ്ജറ്റില്ല. റിലീസിന് മുൻപ് തന്നെ വലിയ രീതിയിലുള്ള OTT റേറ്റ്സ് എല്ലാം വന്നു ചേരും. അതായത് ദൃശ്യമായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇതിനെ സമീപിക്കും. വലിയ വിജയമാണ് OTT-യിൽ ദൃശ്യം എന്ന സിനിമ. ദൃശ്യം 3 എന്ന സിനിമ തിയേറ്ററിൽ വരുന്നതിന് മുൻപ് തന്നെ ലാഭം നേടും എന്നുള്ളതിൽ തർക്കമില്ല. എന്തായാലും സിനിമ മികച്ചൊരു സിനിമയാവട്ടെ, തിയേറ്ററിൽ വമ്പൻ വിജയമായി മാറട്ടെ, മലയാള സിനിമയുടെ തലവര മാറ്റട്ടെ, ആദ്യത്തെ 500 കോടി സിനിമയായിട്ട് ദൃശ്യം 3 മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ജനുവരി 26-ന് സിനിമ റിലീസിനുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് അങ്ങനെ തന്നെ ആവട്ടെ. ഇനിയിപ്പോൾ മാർച്ച് അവസാന വാരമായാലും പ്രശ്നമല്ല. അപ്പോൾ ആ സമയത്ത് എല്ലാവർക്കും അവധിയാണ്. ആ സമയത്തായാലും ഗംഭീര കളക്ഷൻ സിനിമയ്ക്ക് വന്നു ചേരും. എന്തായാലും കാത്തിരിക്കാം ദൃശ്യം 3യുടെ റിലീസിനായിട്ട്, ഗംഭീര റെക്കോർഡുകൾക്കായിട്ട്, മലയാള സിനിമയുടെ ആദ്യത്തെ 500 കോടി ചിത്രത്തിനായിട്ട്. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.